സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 61, 6 മുതൽ 8 വരെ. അങ്ങ് രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 61 സങ്കീർത്തനം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നത്, ദീർഘായുസ് നൽകുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. വളരെയധികം വർഷങ്ങൾ അഥവാ ദീർഘായുസ് പ്രാപിക്കുവാൻ വളരെയധികം പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ചെയ്തവരെ നമുക്കറിയാം. എന്നാൽ അവർ നേരത്തെ തന്നെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു എന്നാണ് നാം കാണുന്നത്. ഉദാഹരണം മൈക്കിൾ ജാക്സൺ. ഇതുപോലെ അനേകരെ നമുക്ക് അറിയാം. ദീർഘായുസ്സോടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അകാലത്തിൽ ഈ ലോകം വിട്ട് അവർ മാറ്റപ്പെടുകയും ചെയ്തു. ഇവിടെ 61 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു സത്യം, ദൈവമാണ് ആയുസ്സിനെ ദീർഘമാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് ദൈവം ആയുസ് ദീർഘമാക്കുവാൻ ഇടയാകും. അടുത്തതായി 7-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഈ വിശ്വസ്തത ദൈവത്തിന് മനുഷ്യരോടുള്ള ദയയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇന്ന് നാം വായിച്ച 61 സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അവസാനമായി കാണുന്നത്, ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുകയാണ്, അഥവാ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, പാടുകയാണ്. ഈ 61 സങ്കീർത്തനം ആരംഭിച്ചത് നിലവിളിയോടെയാണ്, അഥവാ പ്രാർത്ഥനയോടെയാണ്. എന്നാൽ അവസാനിപ്പിക്കുന്നതോ കീർത്തനത്തോടെയാണ്, സ്തുതിയോടെയാണ്, ആരാധനയോടെയാണ്, പാട്ടോടെയാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ ദൈനംദിന ജീവിതം പ്രാർത്ഥനയോടെ നാം ആരംഭിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പാട്ടോടെ, കീർത്തനത്തോടെ നമുക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ്. പ്രാർത്ഥന കൂടാതെയുള്ള നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയപ്പെടുന്നത് നമുക്കറിയാം. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ബുദ്ധി ഉപദേശം, പ്രാർത്ഥനയോടെ ആരംഭിക്കുക. അങ്ങനെയെന്നാൽ കീർത്തനത്തോടെ നമുക്ക് അവസാനിക്കുവാനായിട്ട്, അഥവാ ഓരോ ദിവസവും നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നാൾതോറും കഴിക്കുന്ന നേർച്ച. എന്താണ് നാൾതോറും കഴിക്കുന്ന നേർച്ച?
നേർച്ചകൾ, വഴിപാടുകൾ വല്ലപ്പോഴുമാണ് സാധാരണയായി മനുഷ്യർ കഴിക്കുക. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുമെന്ന്. നാൾതോറും അഥവാ ദിനംതോറും എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളെന്ന നേർച്ചകൾ കഴിക്കുവാനായിട്ട് സാധിക്കണം. ആമേൻ, ആമേൻ.